ഇത് റിനീഷ്. ഇദ്ദേഹത്തെ അധികം ആളുകൾ മറന്നിട്ടുണ്ടാവില്ല. കാരണം പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാതൃഭൂമി ന്യൂസ് അടക്കം പലവട്ടം ഇദ്ദേഹത്തിൻ്റെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് റിനീഷിനെ കാണാൻ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം CI പ്രതാപചന്ദ്രനാണ്. ഈ റിനീഷിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ CI പ്രതാപചന്ദ്രൻ ഇതുപോലെ പ്രതാപത്തോടുകൂടി വിലസില്ലായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് റിനീഷ് തന്നെ പറയും. അന്ന് എന്താ റിനീഷിന് സംഭവിച്ചു? ഞാൻ നേരത്തെ ഒരു മാൻ പവർ കമ്പനിയിലായിരുന്നു, സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന കമ്പനിയിൽ. ഞാനപ്പോൾ സ്റ്റാഫിനൊക്കെ അന്വേഷിച്ച് സൗത്തിലും നോർത്തിലും KSRTC സ്റ്റാൻഡിലൊക്കെ പോകാറുണ്ട്. ഈ ജോലി അന്വേഷിച്ച് തന്നെ ഇതര സംസ്ഥാനക്കാരുണ്ടല്ലോ, ഈ വാഷിങ്ങിനൊക്കെ വേണ്ടി വരുന്ന ഹോട്ടലുകളിലേക്ക്, അങ്ങനെ സ്റ്റാഫിനെ അന്വേഷിച്ച് നടക്കണമായിരുന്നു. ഞാനൊരു ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഉച്ചയായി എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് ലാസ്റ്റ് നോർത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഉച്ചയായി ഭയങ്കര വെയിലായിരുന്നു. ഞാനിപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പാലത്തിൻ്റെ അടിയിൽ ഇരിക്കണമായിരുന്നു. പാലത്തിൻ്റെ അടിയിൽ ഇരുന്നപ്പോഴാണ് മഫ്തിയിൽ 2 പേര് വന്ന് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. കുറേ പേര് ഇരിക്കണ്ടായിരുന്നു. ഞാൻ ഡെയിലി ചെല്ലാറുള്ള സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇരിക്കാൻ പാടില്ല ഓക്കെ എന്ന് പറഞ്ഞ് എണീറ്റപ്പോഴാണ് ഈ യൂണിഫോം ഇട്ട പ്രതാപചന്ദ്രൻ എന്ന് പിന്നെയാണ് മനസ്സിലായത്. അയാൾ വന്നത് യൂണിഫോമിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തിരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതേപോലെ വെയിലായപ്പോൾ വന്നിരുന്നതാണ്, വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞു. നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീഷ് എന്നാണ് പറഞ്ഞു. നീ എവിടെ വീടെന്ന് ചോദിച്ചു. അവർ കാക്കനാടുള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചു. ഹെഡ്സെറ്റിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെഡ്സെറ്റാന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന സമയത്താണ് ലാത്തിക്ക് എന്നെ തല്ലിയത്. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചു. ഭയങ്കര വേദന എടുത്തായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. ഇനി പോലീസുകാർ ചോദിക്കും, നമ്മളപ്പോൾ ഉത്തരം കൊടുത്താൽ മതിയില്ല. അപ്പോൾ എന്നെ ലാത്തിക്കല്ലേ ഇപ്പം പറഞ്ഞാൽ എന്തിനാ തല്ലണേന്ന് ചോദിച്ചപ്പോൾ അയാൾ മുഖത്തിട്ട് അടിച്ച്, മറ്റേ മുഷ്ടി ഉരുട്ടിയിട്ട് അടിച്ചത്. അത് നല്ല വേദന എടുത്താൽ ഞാൻ സാറേ ഇങ്ങനെ തല്ലല്ലേ ഏട്ടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടിച്ചെന്നെ. അയാൾക്ക് അതൊരു ഹരമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങളാണ്ട് ക്രിമിനലുകളെ ഉണ്ടാക്കണം, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര ഒരു വെറുപ്പാണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും അടിച്ചു തന്നെ. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചെന്നോ, ഇവിടെ നിന്ന് ഇടി വാങ്ങണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇടി വാങ്ങണം സെയിം ആണല്ലോ. കുറേ പേര് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് എന്നെ മെഡിക്കലൊക്കെ എടുത്ത് വിട്ട് കുറേ നേരം എന്നെ നിർത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ സാറിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇവന് വിടണ സമയത്ത് ഇയാൾ ചോദിച്ച് ഇവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ഇവനെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമൊന്നും, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ തല്ലിയത് എനിക്ക് നല്ല പ്രശ്നമുണ്ട്, എനിക്കിപ്പോൾ മുഖമൊന്നും അനക്കാൻ പറ്റില്ല, ഭയങ്കര വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എടാ നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ഇറങ്ങ്. അപ്പോൾ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ കേസില്ല, കരുതൽ തടങ്കിലാണ്. ഇനി ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് കള്ളക്കേസ് ഉണ്ടാക്കാനാണ് എൻ്റെ പേരിൽ. അപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കുകയല്ല, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞിട്ടാണ് അന്നെ വിട്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പറയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുഖമൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, പല്ലൊക്കെ ഭയങ്കര വേദന, അടി കൊണ്ടിട്ട് മരവിച്ചു പോയി. പിന്നെയാണ് അമ്മച്ചൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ അഡ്മിറ്റായി. കുറേ കൂട്ടുകാരന്മാരറിഞ്ഞ് പിന്നെ ഇവിടെ നിൽക്കണ മറ്റേ യൂത്ത് കോൺഗ്രസ്സിലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വന്നിട്ടാണ് പിന്നെ അതാക്കിയത്. ലാത്തി ഒടിഞ്ഞു പോയി. അപ്പോൾ എനിക്കാ വേദന എടുത്ത് ഞാൻ അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു സാറേ നല്ല വേദനയുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ എന്നെ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നു ഇവർ തല്ലിയിട്ടുണ്ടാന്ന് ചോദിക്കുക. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വേദന ഉണ്ടായി. എന്നെ അവിടുത്തെ ഡോക്ടർ ചോദിച്ചാടാ നിന്നെ ഇവർ തല്ലിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തല്ലിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പാൻറ്റൂരി കാണിച്ചു കൊടുത്ത്. അപ്പോഴാണ് ഞാനും കാണുന്നത്. ഞാൻ പറഞ്ഞു എന്നെ മുഖത്ത് തല്ലിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ എക്സ്റേ എടുത്ത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ പോലീസുകാരെ വാങ്ങിച്ചുകൊണ്ട് പോയത്. എനിക്ക് തന്നിട്ടില്ല, വെറുതെ ഒരു ആവശ്യമില്ലാണ്ടാണ്. അത് ഓർക്കുമ്പോഴാണ്. റിനീഷ് ഇതിനെതിരെ നിയമ നടപടിയൊക്കെ നടത്തി, പക്ഷേ പോലീസുകാർ ഇത് തേച്ചു വെച്ച് കളയായിരുന്നു. എൻ്റെ അടുത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിട്ടാണ് മൊഴിയെടുത്തത്. മൊഴിയെടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ നന്നായി നടന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ നന്നായി നടക്കണ്ടേ.